രണ്ട് സുന്ദരികളും കൂടെ പോയിട്ട് ഇത് മനസ്സിണ്ടാ വന്നത്. അല്ല, ഞാൻ നോക്കിയപ്പോ എന്റെ സാരിക്ക് മാച്ച് ചെയ്ത കളറിലാണ് കണ്ടിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോ മാംസം ഇല്ലാത്ത പോലെ തോന്നി. Great. ഇതെന്ത് ചൊറിയെന്തവളെ രണ്ടാ രണ്ട് സുന്ദരികളും കൂടെ പോയിട്ട് ഇത് മനസ്സിണ്ടാ വന്നത്. അല്ല, ഞാൻ നോക്കിയപ്പോ എന്റെ സാരിക്ക് മാച്ച് ചെയ്ത കളറിലാണ് കണ്ടിരിക്കുന്നത്. മിടുക്കി. അല്ലമ്മ, ഇത് കടൽ ഞണ്ട, നല്ല കളർഫുൾ അല്ലേ? ആ കത്രിക എടുത്ത്. ഈ കളർ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഞാനും ഇത് ആദ്യമായിട്ടാ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തോടും ഗ്ലേസ്, മറ്റേതൊക്കെ ഗ്ലേസിങ് കാണും. ഇതൊരു റഫ് ആയിട്ട് ഇതുണ്ട്, മുത്ത് 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 വെച്ചിരിക്കുന്ന പോലെ, അടുക്കി വെച്ചിരിക്കുന്ന പോലെ മുത്തൊക്കെ. വല്ല വജ്രമാണോ? കടൽ റാണിയാണോ ഇത്? നല്ല ഭംഗിയല്ലേ, നോക്ക്. നല്ല ഭംഗി. ഇതിന് മാംസം കുറവല്ലേ? കാലുണ്ടാവുമായിരിക്കും. കാലുണ്ട്, വലിയ കാല്. നമ്മളൊരിക്കൽ കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ച് തിന്നില്ല. അത് കിങ് ക്രാബ്. അന്ന് മാളും ഇല്ലായിരുന്നു. മാളു കളരിക്ക് പോയിക്കണായിരുന്നു. 4 കണ്ണുണ്ടാ ക്രാബിന്? ഉണ്ടാ. ശരി തന്നെ ഏട്ടാ. കണ്ണാണോ അത്? എന്താ ഞാൻ പോയി എന്ത് ചെയ്യണം? ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഉള്ളിയാണ് കൂടുതലും വേണ്ടത്. ചെറിയ ഉള്ളിയാ? ചെറിയ ഉള്ളി. ചെറിയ സവാള വേണ്ട കേട്ടോ. ഇത്രയും ബ്ലാങ്കറ്റിന് തൊലി കണക്ക്. ബ്ലാങ്കറ്റ് ഒക്കെ ഇല്ലേ മൂടുന്നേ, അതിന്റെ തൊലി കണക്ക്. ആയൊരു പാലത്തിൻ്റെ തോണിയിലെന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടു. എന്താണപ്പാ ഒരു വിളിയും കേട്ടു. എൻ്റെ അമ്മ വിളിക്കണൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. അയ്യോ, എന്റെ നഖം ഫുള്ളും അത് തൊലിയായി.
കടിച്ചു തിന്നുന്നല്ലേ ഇഷ്ടം. അതെ. അപ്പൊ എടുത്തോ. അമ്മായി, പണ്ടത്തെ കാലത്തെ സ്ത്രീധനമൊക്കെ ഉണ്ടായിരുന്നു. അമ്മായി കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഇല്ലായിരുന്നു. സ്വർണ്ണമൊക്കെ ഇടണോ? ആ, പിന്നെ സ്ത്രീധനം വന്നത് ഇപ്പൊ ഒരു ഇടത്തര റേഞ്ചുള്ള ആൾക്കാരൊക്കെ, അതായത് ഒരു 80 കാലഘട്ടങ്ങളില. ഇവളെയൊക്കെ കെട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ത്രീധനം വേണ്ടാത്ത പിള്ളേർക്ക് കൊടുത്താൽ മതി. ചേച്ചി ഇപ്പൊ ഈ ടോപ്പിക് എടുത്തിട്ടേ ടോപ്പിക് എടുത്തിട്ടെന്ന് വെച്ചാൽ പെട്ടെന്നൊരു തോന്നല്, നിന്നെ കെട്ടിക്കണമല്ലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുവെക്കണമല്ലോ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചതാ. ഇത് പുളി ആദ്യത്തെ മധുരമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. ഇതാണ് ടേസ്റ്റ്. ഒരു പിയറിന്റെ ഒക്കെ ടേസ്റ്റ്. ഇതിന്റെ പിയർ പച്ചക്കളർ ആപ്പിളില്ലേ? ഇവിടോട്ട് പോയി അവിടെ അവിടെ മാറ്റേണ്ടി വരും. ഇത് മാറ്റുമ്പോൾ നമുക്ക് മാറ്റാം. മാളു മാളു കുരുമുളക് ഫുള്ളാ താഴെ പോരുതേ. അങ്ങനെ തീരുന്നുണ്ട് 2 ചേർത്ത്. അതെ. എന്താ ഇത്രയും തീയും ഉണ്ട്, എന്നിട്ട് പുക എന്താ അമ്മായി? എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ല. അത് എനിക്കറിയാനും വയ്യ. ഇത്തിരി തർക്കത്തിനും കൂടുന്നുണ്ട്. ഭയങ്കര തർക്കത്തിനാണ് അമ്മായിക്കപ്പ. കുറച്ചുകൂടി ഇടും. ഇതെവിടെ എവിടെ വെക്കണ്ട? എന്നാ തന്നെ ഇട്ടോ. എനിക്ക് ചതവില്ല. ചതിവില്ല. ഓ, നമുക്കിതൊന്നും അറിയില്ലേ. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആള് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? മതി. പൊടിഞ്ഞാ കുറച്ചിടേ. ഫുൾ ഇടല്ലേ? ഇത്തിരി ഇട്ടോ. അത് കുഴപ്പമില്ല. നീട് ഇഞ്ചി ഈ ചെറിയ കഷ്ണം പോരെ? അതിൽ കൂടെ എല്ലാം കൂടെ കഴിയും. ഇഞ്ചിയൊക്കെ കുഴപ്പമില്ല. ചതഞ്ഞാ മതി. മതി. വെളുത്തുള്ളി എത്ര മതി? ഒന്നിട്ടോ. എന്ത് ഇനി മാറ്റാ. ഊറ്റിക്ക. മാളു, നീ പോയിട്ട് നല്ല വെള്ളം എടുത്തുണ്ടോ? എന്റെ പൊന്നെ പോടന്ന്. നല്ല വെള്ളം എടുത്തുണ്ടോ? അപ്പൊ ചെല്ലി പോ. ദേ, നല്ല വെള്ളം എടുത്തുണ്ടോ? കുറച്ച് മതി മാളു. ഞാൻ വേണോ ഇനി? എന്താ പരിപാടിയാ? ഭയങ്കര പോക. അയ്യോ, ഒന്ന് നീ ഒരു കാര്യം ചെയ്യ്. സ്നാക്സ് എടുത്തുണ്ടോ? നമുക്ക് ഇന്ന് ഇവിടുന്ന് കഴിക്കാവേ. എവിടെയാണ്? അവിടെ നിന്ന് കഴിക്കാം. അയ്യോ, കഴിക്കാൻ പറ്റിയ സാഹചര്യം. എന്താ പോക്കാം. നീ അവിടെ ഇരുന്നോ. അവിടെ പോയിരുന്നു. ചവിട്ടല്ലേ? എന്നിട്ട് നമുക്ക് കഴിക്കാം. പോരെ?
നോക്കിയമ്മായി കപ്പയുടെ. ആ നല്ല ആളെ കൊണ്ടാ നോക്കിക്കണ. ഉപ്പില്ലെങ്കിൽ ഉപ്പുണ്ടെന്ന് പറഞ്ഞോളെ. കൊണ്ട് ഉണ്ടോ? ഇത് രണ്ടിന് ഇത്രയും മതിയോ? മതി മതി. ഉണ്ടോ? ഉപ്പുണ്ടോ? ശകലം കൂടെ ആണോ? വേണോ? രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കിനി നോക്കാം. ഇപ്പൊ നമുക്ക് കഴിക്കാം, സ്വീറ്റ് കഴിക്കാം. ഇങ്ങോട്ട് നീങ്ങിയില്ലേ, അവിടെ വെള്ളം. അതെന്തൊരു കരച്ചിലാമാളൂ പശുവിന്റെ. നീ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് വരും. ഇങ്ങോട്ട് പോവാ മാളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കണ. എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല, ഞാൻ ബിസിയാ. ഒന്നും വേണ്ട ചോദിച്ചോ, ഞാൻ ഇത് കഴിച്ചോ. എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല, വയറിന് പറഞ്ഞു കഴിഞ്ഞോ. കുറച്ച് മതി. അപ്പുറത്ത് വരാം. ഇവിടെ വയ്ക്കാൻ പഴങ്കഞ്ഞി കണക്കുണ്ടല്ലോ കാണാൻ. നൈസ്. മധുരം നല്ല എരിവ്, അടിപൊളിയായിരിക്കും. എന്താ മതി കേട്ടോ. കുറച്ചും കൊണ്ട് എടുത്തോ? വേണ്ട, മതി മതി. നല്ല മാംസമുള്ള ഞാൻ തന്നെ അല്ലേ? ആദ്യം കണ്ടപ്പോ മാംസം ഇല്ലാത്ത പോലെ തോന്നി. അത് ഇത്രയും മാംസം വരാൻ കാരണം എന്താ അറിയോ? ഫ്രഷ് ഞണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇത്ര മാംസം വരൂല. ഇനി ആ കപ്പ നത്തേക്ക് കമത്തിക്കോ. കേട്ടാനാ? തട്ടിക്കോ. അത് കുറച്ചൊന്ന് തിളച്ചിട്ട് വേണ്ട, രണ്ടിനധികം വേവില്ല. ധൈര്യമായിട്ടോ, ധൈര്യമായിട്ട് കുട്ടിയിട്ടോളൂ. തട്ടിട്ടാ? നടുക്ക്. അതോളാം ഈ തട്ടിയിട്ട് കാശി. ഓക്കെ, നമ്മളൊക്കെ വേണം പറ്റുള്ള. ഒന്നങ്ങോട്ട് മാറിയിരിക്ക്. അമ്മ ഇപ്പുറത്തോട്ട് മാറിയേക്ക്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ആക്ച്വലി ഇങ്ങോട്ട് ഭയങ്കര പോക, എനിക്ക് അവിടെ പോയി ഇളക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ടോട്ട് ഞാൻ ഇളക്കാം. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. നീ അങ്ങോട്ട് മാറ, ഞാൻ ഇങ്ങോട്ട് മാറ. എപ്പോഴാ ഞാൻ മതി. ആ കപ്പ എല്ലാം ഇപ്പൊ പൊടിയും. അടച്ചിട്ട് അടച്ചു വെച്ചേക്കാം. ഇവിടെ ഒന്നും ഇളകിയിട്ടില്ല. വേവിട്ട് അത് അടച്ചേ മതി. അമ്മ ഇതിങ്ങനെ ഇളക്കി വിട്ടാലോ? മീൻ ഇളക്കണ പോലെ. അത് പൊങ്ങണ്ടേ? അതാ. ഞാൻ കൈ കഴുകിട്ട് വരാം. ഉപ്പാ? കയ്യിലുപ്പ്. ഇനി അടച്ചു വെച്ചാൽ മതി, അവിടെ ഇരുന്ന് വേവും. സംഭവമായി. ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് തുറക്കോ. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടോട്ടെ. വേണ്ടേ? നല്ല പഴഞ്ച് ഞണ്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി, ബാക്കി സെറ്റാണ്.
നമുക്കിത് കുഴയ്ക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തിയിട്ട് കുഴയ്ക്കാം. എന്നാലേ ഇത് അല്ലാണ്ട് ഇത് ഇളകൂല. നോക്കിയിട്ടേ ഇത്രയുള്ള അമ്മായി എളുപ്പപ്പണിയല്ലേ? പക്ഷെ നല്ല ടേസ്റ്റാണ്. നോക്കിക്കോ, എളുപ്പപ്പണി, നല്ല ടേസ്റ്റ്. അടച്ചു വെച്ചോ, കുറച്ചും കൂടെ ഇരുന്ന് വറ്റട്ടെ അങ്ങോട്ട്. ശരി, വാ, കമോൺ വാ. ഓക്കെ. നീ ഇവിടെ നിന്നാ ഇവിടെ തന്നെ ചീത്ത വിളിക്കും. കളിച്ച് പൊട്ടിക്കണല്ല, ചുറ്റിയിലോ ഇത് ചുറ്റിയില് ഞങ്ങൾ അന്ന് ഇത് കഴിച്ചപ്പോ ചുറ്റിയൊക്കെ വെച്ചിട്ടാ കഴിച്ചു. ഓർമ്മയുണ്ട് അമ്മായി? ചുറ്റിയൊക്കെ വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ച്. എനിക്ക് ഈ സാധനം മതി. കുറ്റിയല്ലേ, ഇടിയല്ലേ, ആ കല്ല് കൊണ്ടിട്ട് പിടിച്ച്. കപ്പയുടെ ഉള്ളിൽ പോലും എരി. ഇല്ല, കുരുമുളകിന്റെ അയ്യോ സൗണ്ട് അല്ലേ? കൊള്ളാം. കൊള്ളാം. ആ കുരുമുളക് കടിക്കുമ്പോ അടിപൊളി അല്ലേ? ഇതെങ്ങനെ പൊട്ടിക്കും? കടിച്ചു പൊട്ടിക്കണം. ഇതും കടിച്ചാ? ഇത് കപ്പയുടെ ഉള്ളിൽ ചൂട്. മണി ഗ്രേറ്റ്. പൊട്ടിച്ച് മാംസം നോക്കുമ്പോളെ സമയം ചേച്ചി അടിപൊളി. എനിക്കും കിട്ടി, എനിക്കും കിട്ടി. എനിക്ക് സത്യം പറഞ്ഞ ഈ മാംസത്തെക്കാൾ ഇഷ്ടപ്പെട്ട് കാല. നിനക്കോ? പാടാണെങ്കിലും ടേസ്റ്റാ, കളയാനും തോന്നല്ലോ. പക്ഷെ ഇതിലൊന്നും ഇല്ല ആക്ച്വലി.